ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റിംഗ് ലൈറ്റ് ആണ്. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ റിവ്യൂ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റാൻഡൊക്കെ നല്ല അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു റിംഗ് ലൈറ്റ് ആണ്. ഇതിൻ്റെ വയറിന് നല്ല നീട്ടമുണ്ട് കേട്ടോ. നമുക്ക് പ്ലഗൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കുത്തണമെങ്കിൽ വയറിന് നീട്ടക്കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത്യാവശ്യം വയറിന് നല്ല നീളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്ക് അത് ഇഷ്ടമായിട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫോണൊക്കെ വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഫോൺ വെക്കാറില്ല കേട്ടോ. എനിക്കതെന്തോ എൻ്റെ ഫോൺ ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിൽ തങ്ങുന്നില്ല, പെട്ടെന്ന് താഴോട്ട് പോകാൻ എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് ഞാനതിൽ വെക്കുന്നില്ല. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റാൻഡ്. നമ്മൾ പെട്ടെന്ന് താഴോട്ട് വരുത്തൊന്നുമില്ല, കൃത്യമായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നല്ല ഫ്ലെക്സിബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി കുറവൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ആ ക്വാളിറ്റി ഇല്ലാണ്ടൊരു ഇതൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയല്ല എൻ്റെ പ്രൈസും വളരെ കുറവ്, ഒരുപാട് വലിയ വിലയൊന്നും ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ പ്രൈസിലുള്ളൊരു റിംഗ് ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വന്നേക്കുന്നത് ഒരു 3 കളേഴ്സിലുള്ളൊരു ലൈറ്റിങ്ങും കാര്യങ്ങളാണ് വരുന്നത്. ഒരു ഗോൾഡനും വൈറ്റും പിന്നെ ഒരു ബ്ലൂവും അതിൻ്റെ കൂടി ഒരു വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കളറും കൂടി അതിൻ്റെ ഒരു കളർ വരുന്നത്. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ എൻ്റെയും താഴെ പോയി. അങ്ങനെ പോലും ഇതിനൊരു ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്നും പോയെങ്കിലും. പിന്നെ ഈ ഒരു ബട്ടണിലാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ലൈറ്റിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചെറിയൊരു ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റെഡ് കളറിലുള്ള ബട്ടണിൽ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഓണായി കൂട്ടോ. ലൈറ്റ് ഓൺ ആകുമ്പം ഓക്കെ അതിൻ്റെ ആ ഒരു വട്ടത്തിൽ നമുക്കൊരു ബ്ലൂ കളറിലൊരു വെട്ടം തെളിയും. പിന്നെ വന്നേക്കുന്ന പ്ലസ് ആയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ വൈറ്റൻസ് കൂട്ടാനും മൈനസ് വന്നേക്കുന്നത് കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്കതിൻ്റെ കളർ റൊട്ടേഷൻ ചെയ്യാനായിട്ടുള്ളതാണ്. സെൻറ്ററിൽ വന്നേക്കുന്ന ആ ഒരു ബട്ടൺ വന്നേക്കുന്നത്. ഇതാണ് നമുക്ക് ചാർജറിലാണ് ഞാൻ ഇതിൻ്റെ ഒരു ഇത് കുത്താറ് കേട്ടോ, കണക്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരു സ്വിച്ച് അതെല്ലാം ഞാൻ കണക്ട് ചെയ്ത് വയ്ക്കാറ്. അപ്പം അതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തരക്കേടില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടേക്കുക. അപ്പം ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഹൈറ്റ് ഇത്രയൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ബാക്കിയുള്ള റിംഗ് ലൈറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഇച്ചിരിയോടെ ക്വാളിറ്റി കുറവായിട്ട് തോന്നാം. പക്ഷെ നമുക്ക് വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിലയിൽ കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ളൊരു റിംഗ് ലൈറ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓണാക്കാം കേട്ടോ. ഈ ഓണാക്കുന്നത് ഈ ഒരു ബട്ടണിൽ പിടിച്ച് അങ്ങനെ ഞെക്കുമ്പോൾ ഇതേപോലെ ഓണായിട്ടുണ്ടാവും. അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്നൊരു കളറ്, ഗോൾഡൻ കളറ്. ആ ഒരു കളറിൽ വേണമെങ്കിൽ നമുക്ക് മൈനസ് ആക്കാം. അതായത് മൈനസ് ആക്കി നമുക്ക് കുറയ്ക്കാം. വെട്ടം കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ആ ഒരു മൈനസിൽ ഞെക്കുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമില്ല കാണാൻ. നല്ല ഗോൾഡൻ കളർ, ഇങ്ങനെ തിളങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു കളർ. അപ്പോൾ ആ ഒരു കളറാണ് കേട്ടോ ഫസ്റ്റ് വന്നേക്കുന്നത്. പിന്നെ വരുന്നത് ഒരു വൈറ്റ് കളറാണ്. വൈറ്റും ബ്ലൂവും കൂടി ചേർത്ത്. ആ വൈറ്റും ബ്ലൂവും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. വൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും. വീഡിയോസിനൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു വൈറ്റും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കളറ്. പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റാണ് കേട്ടോ. വൈറ്റും നമുക്ക് ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എല്ലാ കളേഴ്സും നമുക്ക് കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 456 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങിയപ്പോൾ ഒരു 470 സംതിങ് കണ്ടായിരുന്നു. ഇപ്പം ഓഫറൊക്കെ ആയിട്ട് വില കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വില എന്ന് പറയുന്നത് ആ ഒരു വിലയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.